യഹൂദിയായിലെ ഒരു ഗ്രാമത്തിൽ ഒരു ധനുമാസത്തിൻ കുളിരും രാവിൽ രാപാർത്തിരുന്നു രജപാലകർ ദേവനാദം കേട്ടു ആമോദരാ വർണ്ണരാജികൾ വിടരും വാനിൽ വെള്ളിമേഘങ്ങൾ ഒഴുകും രാവിൽ താരക രാജകുമാരിയോടൊത്തന്നു തിങ്കൾ കലപാടി ഗ്ലോറിയ അന്നു തിങ്കൾ കലപാടി ഗ്ലോറിയ. താരകം തന്നെ നോക്കി ആട്ടിടയർ നടന്നു, താരകം തന്നെ നോക്കി ആട്ടിടയർ നടന്നു. തേജസ് മുന്നിൽ കണ്ടു അവർ ബേഥലേം തന്നിൽ വന്നു, തേജസ് മുന്നിൽ കണ്ടു അവർ ബേഥലേം തന്നിൽ വന്നു. രാജാതിരാജന്റെ പൊൻതിരുമേനി ത്തിൽ കണ്ടു. വർണ്ണരാജികൾ വിടരും വാനിൽ വെള്ളിമേഘങ്ങൾ ഒഴുകും രാവിൽ താരക രാജകുമാരിയോടൊത്തന്നു തിങ്കൾ കലപാടി ഗ്ലോറിയ. മന്നവർ മൂവരും ദാവീദിൻ സുതനേ, മന്നവർ മൂവരും ദാവീദിൻ സുതനേ കണ്ടു വണങ്ങിടുവാൻ അവർ കാഴ്ചയുമായി വന്നു, കണ്ടു വണങ്ങിടുവാൻ അവർ കാഴ്ചയുമായി വന്നു. ദേവാധിദേവന്റെ തിരുസന്നിധിയിൽ അവർ കാഴ്ചകൾ വച്ചു വണങ്ങി. യഹൂദിയായിലെ ഒരു ഗ്രാമത്തിൽ ഒരു ധനുമാസത്തിൻ കുളിരും രാവിൽ രാപാർത്തിരുന്നു രജപാലകർ ദേവനാദം കേട്ടു ആമോദരാ വർണ്ണരാജികൾ വിടരും വാനിൽ വെള്ളിമേഘങ്ങൾ ഒഴുകും രാവിൽ താരക രാജകുമാരിയോടൊത്തന്നു തിങ്കൾ കലപാടി ഗ്ലോറിയ.
നിൽക്കുന്ന വന്യ വയോധികയായ വിദ്യാലയത്തിന് ആയിരക്കണക്കിന് വ്യക്തികളെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് തലമുറകളുടെ സുരക്ഷിത ജീവിതത്തിന് താങ്ങും തണലുമാകുന്ന ജനകമാണ്. ഏറെ നാളത്തെ വിജയ കുതിപ്പുകളും ആഹ്ലാദാരവങ്ങളും പുതിയ പാഠങ്ങളും പകർന്നു തന്നുകൊണ്ട് ഒരു അക്കാദമിക വർഷം ഇവിടെ നിന്നും പടിയിറങ്ങുകയാണ്. ഇന്ന് നമുക്ക് ഏവർക്കും സന്തോഷം നിറഞ്ഞ ഒരു സുന്ദരത്തിന്റെ 32 തലമുറകൾക്ക്, അതെ, സെന്റ് സേവിയേഴ്സിന്റെ 32 തലമുറകൾക്ക് അക്ഷര വെളിച്ചം പകർന്ന സംതൃപ്തിയോടെ പടിയിറങ്ങുന്ന ഞങ്ങളുടെ സ്നേഹം നിറഞ്ഞ മിനി ടീച്ചർ, ഷീജ ടീച്ചർ, ബീന ടീച്ചർ ഇന്ന് ആഘോഷത്തിൽ അലിഞ്ഞു നിൽക്കുന്നുവെങ്കിലും തന്റെ അരുമ മക്കളെ വിട്ടകലുന്ന പെറ്റമ്മമാരായി അവർ ഈ വേദിയിലേക്ക് നടന്നെടുക്കുകയാണ്. ഏവരെയും ഏറെ സ്നേഹത്തോടെ നിറഞ്ഞ കയ്യടികളോടെ ഞങ്ങൾ സ്വാഗതം. നമോവാകം. 1929 ജൂൺ 4 അക്ഷരദീപം കൊളുത്തിവെച്ച് വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിന്റെ നാമധേയത്തിൽ സ്ഥാപിതമായ ഈ വിദ്യാപീഠം മലയിലുയർത്തിയ ദീപം പോലെ പ്രശോഭിക്കാൻ 1954 രജത ജൂബിലി, 1979 സുവർണ ജൂബിലി, 2003 പ്ലാറ്റിനം ജൂബിലി ആഘോഷിച്ചുകൊണ്ട് 97ാം വാർഷികത്തിലേക്ക് കടന്നിരിക്കുന്നു. 96 വർഷമായി പുതുക്കാടിന്റെ തിലകക്കുറിയായിരുന്ന ഈ വിദ്യാലയം ചരിത്ര താളുകളിൽ ഇടം പിടിച്ചുകൊണ്ട് ഉയരങ്ങളിൽ നിന്ന് ഉയരങ്ങളിലേക്ക് പടവുകൾ താണ്ടുകയാണ്. ഈ സുന്ദര സുദിനത്തിൽ നമ്മുടെ സന്തോഷത്തിൽ പങ്കുചേരാൻ കടന്നു വന്ന എല്ലാ സുമനസ്സുകളെയും വിദ്യാലയ അങ്കണത്തിലേക്ക് നമുക്ക് സാദരം ക്ഷണിക്കാം. അതെ, ഒരിക്കൽ കൂടി സന്തോഷമുള്ള ഈ സായം സന്ധ്യയിലേക്ക് ഏവരെയും സ്നേഹത്തോടെ സന്തോഷത്തോടെ സാദരം ക്ഷണിക്കുന്നു. God speaks in the silence of the heart. Listening is the beginning of prayer. Let's begin our program by offering our love and praise to the Almighty God. ശാന്തിയുടെ സ്നേഹത്തിന്റെ സത്യത്തിന്റെ മൂർത്തിഭാവത്തിലേക്ക് നമ്മുടെ മനസ്സുകളെ അർപ്പിക്കാം. അനന്തതയിലേക്ക്, ആ ദിവ്യ തേജസ്സിന്റെ പുണ്യ സന്നിധിയിലേക്ക് നമുക്ക് അണയാം, പ്രണമിക്കാം. പ്രപഞ്ചാത്മാവേ ഉണരൂ, ഉണരൂ, വരദായക കൃപാവരം ചൊരിയൂ, ചൊരിയൂ, താവക പാദതാരിണകൂപിടം തവദാസർത്തൻ മാലകറ്റണേ, നോവകറ്റണേ, സത്യമേവ സർവേശ്വര.
അവതരിപ്പിക്കുന്നതിനായി നമ്മുടെ വിദ്യാലയത്തിന്റെ സാരഥിയായ ഹെഡ്മിസ്ട്രസ് സിസ്റ്റർ വന്ദനയെ സാദരം ക്ഷണിക്കുന്നു. ദൈവമായ അങ്ങ് എത്ര അത്ഭുതങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു. ഞങ്ങളുടെ കാര്യത്തിൽ അങ്ങ് എത്ര ശ്രദ്ധാലുവായിരുന്നു. ആത്മജ്ഞാനത്തിൻ്റെയും ആത്മാഭിമാനത്തിൻ്റെയും ഊർജം പകർന്ന് പുതുക്കാടിൻ്റെ പ്രൗഢഭൂമിയിൽ ഏവർക്കും അഭിമാനമായി വിരാജിക്കുന്ന സെന്റ് സേവിയേഴ്സ് വിദ്യാലയം അക്ഷരവേദിയിൽ 97 വർഷം പൂർത്തീകരിക്കുന്ന ഈ വേളയിൽ വാർഷിക യോഗവും പ്രിയപ്പെട്ട അധ്യാപകരുടെ യാത്രയപ്പ് സമ്മേളനവും നാം ഇന്ന് സംയുക്തമായി ആഘോഷിക്കുകയാണ്. ഈ മഹനീയ മുഹൂർത്തം കമനീയമാക്കാൻ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന തൃശൂർ നിർമ്മല പ്രോവിൻസ് എഡ്യൂക്കേഷണൽ കൗൺസിലർ റവറൻഡ് സിസ്റ്റർ പ്രസന്ന CMC, പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി രതി ബാബു, പുതുക്കാട് കൊറോന പള്ളി വികാരി റവറൻഡ് ഫാദർ പോൾ തേക്കാനർ, ഇരിഞ്ഞാലക്കുട AEO ഓഫീസ് സീനിയർ സൂപ്രണ്ട് ശ്രീ പ്രേംജി സാർ, കൊടകര BRCയിലെ BPC ശ്രീ അനൂപ് സാർ, പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണും വാർഡ് മെമ്പറുമായ ശ്രീമതി ജോളി ചുക്കുരി, കോർപ്പറേറ്റ് മാനേജർ സിസ്റ്റർ സ്റ്റെല്ല റോസ്, ലോക്കൽ മാനേജർ സിസ്റ്റർ ജീത ജെയിംസ്, മിസ്റ്റർ കേരള റണ്ണർ അപ്പ് 2026 മൃദുൽ കൃഷ്ണ CS, MPTA പ്രസിഡന്റ് ശ്രീമതി നമിത സിൻഡോ, റിട്ടയർ ചെയ്യുന്ന പ്രിയ അധ്യാപകരെ, അവരുടെ കുടുംബാംഗങ്ങളെ, ഈ വിദ്യാലയത്തിലെ മുൻ സാരഥികളായിരുന്ന സിസ്റ്റേഴ്സ്, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന മറ്റ് സിസ്റ്റേഴ്സ്, ടീച്ചേഴ്സ്, PTA, MPTA, OSA അംഗങ്ങളെ, പൂർവ്വ അധ്യാപകരെ, പൂർവ്വ വിദ്യാർത്ഥികളെ, രക്ഷകർത്താക്കളെ, കുഞ്ഞുമക്കളെ, ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന മറ്റ് വിശിഷ്ടാതിഥികളെ,
ഏവർക്കും നമസ്കാരം. ഇന്നത്തെ ഈ സമ്മേളനത്തിന്റെ ആരംഭത്തിൽ തന്നെ ഈ വിദ്യാലയത്തിന്റെ വളർച്ചയുടെ പടവുകൾ കയറുവാൻ, ആ വഴിയിലൂടെ സാഗൂതം സഞ്ചരിക്കുവാൻ നിങ്ങളെയും ഞാൻ ക്ഷണിക്കുകയാണ്. സർവനന്മയായ നല്ല ദൈവത്തിന്റെ കൃപാകടാക്ഷം നിഴലിക്കുന്ന അനുഭവങ്ങളിലേക്കും അവസരങ്ങളിലേക്കും അനുഗ്രഹങ്ങളിലേക്കും നിങ്ങളുടെ സവിശേഷ ശ്രദ്ധയെ ഈ സമയം ഞാൻ തിരിക്കുകയാണ്. തൃശ്ശൂർ ജില്ലയിൽ പ്രകൃതി രമണീയമായ പുതുക്കാട് ഗ്രാമത്തിന്റെ ഹൃദയഭാഗത്ത് വിദ്യയുടെ ദീപസ്തംഭമായി ഉയർന്നു നിൽക്കുന്ന ശിശു മനസ്സുകളെ സ്നേഹത്തോടെ നയിക്കുന്ന സെന്റ് സേവിയേഴ്സ് അപ്പർ പ്രൈമറി വിദ്യാലയം ഭാവിയുടെ പ്രതീക്ഷകളെ നെഞ്ചിലെടുക്കുന്നു. അറിവിന്റെയും ആത്മീയതയുടെയും ആദ്യ പാഠങ്ങൾ പകർന്നു നൽകിക്കൊണ്ട് വിശുദ്ധ ഫ്രാൻസിസ് സേവിയറിന്റെ നാമധേയത്തിൽ 1929 ഈ വിദ്യാലയം സ്ഥാപിതമായി. ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ ജീവിതത്തിന്റെ വ്യത്യസ്ത തുറകളിലായി ഈ വിദ്യാലയത്തിലൂടെ കടന്നുപോയ നിരവധി ആളുകൾ ഉന്നത മേഖലകളിൽ ഇന്നും വിളങ്ങി ശോഭിക്കുന്നുണ്ട്. We got once again a chance to taste the sweetness of our achievement. Good evening, respected dignitaries, teachers, and my dear friends. Let's begin today's program with beautiful expression of warmth. For the 97th annual day function of our school. For this wonderful occasion, I would like to invite our staff representative, Srimati Minu Jose. വിശിഷ്ടരെ, പ്രിയ സദസ്യരെ, അവിസ്മരണീയമായ അനുഗ്രഹ നിമിഷങ്ങൾക്ക് രൂപഭാവങ്ങൾ പകർന്നുകൊണ്ട് ഈ അധ്യയന വർഷത്തെ വാർഷികാഘോഷവും യാത്രയപ്പ് സമ്മേളനവും ഇതൾ വിരിയുന്ന ഈ വേളയിൽ നിങ്ങൾക്കേവർക്കും എന്റെ വിനീതമായ നമസ്കാരം. നന്മ നിറഞ്ഞ 97 വർഷങ്ങളുടെ ഊഷ്മളമായ ഓർമ്മകൾ അയവിറക്കുന്ന ഈ വിദ്യാലയത്തിന് ഇനിയും നേട്ടങ്ങളുടെ പൊൻതൂവലുകൾ ചാർത്തപ്പെടാൻ ശുഭപ്രതീക്ഷയോടെ ഒറ്റക്കെട്ടായി നമുക്ക് പ്രവർത്തിക്കാം. ഞങ്ങൾക്കൊന്നും വിളക്കായി വഴികാട്ടിയായി മാധ്യസ്ഥം വഹിക്കുന്ന സെന്റ് സേവിയേഴ്സിനെയും നാളിതുവരെ വിദ്യാലയത്തിന്റെ ഊർജവും ഓജസ്സുമായി പ്രവർത്തിച്ചവരെ കൃതജ്ഞതാപൂർവം സ്മരിച്ചുകൊണ്ട് നിറഞ്ഞ സന്തോഷത്തോടെ തികഞ്ഞ അഭിമാനത്തോടെ ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. തൃശൂർ നിർമ്മല പ്രൊവിൻസിന്റെ എഡ്യൂക്കേഷൻ കൗൺസിലറായ
റവറൻ സിസ്റ്റർ പ്രസന്ന CMC ആണ് നമ്മുടെ ഈ യോഗത്തിന്റെ അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്നത്. യുവത്വത്തിന്റെ പ്രസരിപ്പും കാര്യക്ഷമതയും സ്നേഹവായ്പും നിറഞ്ഞു തുളുമ്പുന്ന വ്യക്തിത്വത്തിനും ഉടമയാണ് സിസ്റ്റർ എന്ന് നമുക്ക് ഏവർക്കും അറിയാം. ഒത്തിരി തിരക്കുകൾ ഉണ്ടായിരുന്നിട്ടും ഞങ്ങൾക്ക് വേണ്ടി സമയം മാറ്റിവെച്ച് ഇവിടെ എത്തിച്ചേർന്ന സിസ്റ്ററിനെ ഏറെ സ്നേഹത്തോടെ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നെറ്റിയിൽ ചാർത്തി തല ഉയർത്തി നിൽക്കുന്ന സെന്റ് സേവിയേഴ്സിന്റെ വാർഷികാഘോഷവേള ഇതാ ഇവിടെ നമുക്ക് മുൻപിൽ തുറക്കപ്പെട്ടിരിക്കുന്നു. സ്നേഹപൂർവ്വം നമ്മെ സ്വീകരിച്ച, വളർത്തിയ, വിദ്യയുടെ അമൃതം തൂക്കി അനേകം ഹൃദയങ്ങളെ മധുരിതമാക്കിയ പ്രിയപ്പെട്ട വിദ്യാലയത്തിന്റെ ആഘോഷ പരിപാടികൾ ആസ്വദിക്കാനും കുഞ്ഞുമക്കളെ പ്രോത്സാഹിപ്പിക്കാനുമായി പഴയ ഓർമ്മകൾ അയവിറക്കാനും ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന മുൻ എച്ച്എമ്മാരെയും റിട്ടയർഡ് ടീച്ചേഴ്സിനെയും എല്ലാ രക്ഷിതാക്കളെയും PTA, MPTA, OSA അംഗങ്ങളെയും എന്റെ എല്ലാ സഹപ്രവർത്തകരെയും ഈ വിദ്യാലയത്തിന്റെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്നവരെയും വിദ്യാർത്ഥികളെയും അരങ്ങിലും അണിയറയിലുമായി പ്രവർത്തിക്കുന്നവരെയും ഈ ധന്യവേളയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഒരിക്കൽ കൂടി ഏവരെയും ഈ പൊൻസുദിനത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. I invite Education Council of Nirmal Province, Reverend Sister Prasanna CMC for the presidential address. CMC നിർമ്മല പ്രോവിൻസിനെ ഈശ്വരാത്മാവ് കൊണ്ടും പ്രേക്ഷിത ചൈതന്യം കൊണ്ടും ലോകമാകെ ഗുരുനാഥനായ ക്രിസ്തുവിനെ സാക്ഷ്യം വഹിച്ച് പുരോഗതിയിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്ന തൃശൂർ നിർമ്മല പ്രോവിൻസിലെ എഡ്യൂക്കേഷണൽ കൗൺസിലറായ റവറൻ സിസ്റ്റർ പ്രസന്നയെ ഏറെ സ്നേഹത്തോടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. 97ാമത് വാർഷികാഘോഷം നടത്തുന്ന സെന്റ് സേവിയേഴ്സ് CUT സ്കൂളിൽ ഇന്നത്തെ പരിപാടിയിലേക്ക് ഉദ്ഘാടകയായി എത്തിയിരിക്കുന്ന ശ്രീമതി രതി ബാബു, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പുതുക്കാട്, അനുഗ്രഹ പ്രഭാഷണം നടത്തുന്ന റവറൻ ഫാദർ പോൾ തേക്കാനും മറ്റ് ബഹുമാന്യരായ സദസ്സിലും വേദിയിലുമുള്ള പ്രിയപ്പെട്ടവരെ, റിട്ടയർ ചെയ്യുന്ന അധ്യാപകരെ, അവരുടെ ബന്ധുക്കളും മുൻ ഹെഡ് മിസ്ട്രസ്മാരും തുടങ്ങി ഇവിടെ കൂടിയിരിക്കുന്ന മാതാപിതാക്കളെ, അധ്യാപകരെ, പ്രിയപ്പെട്ട കുട്ടികളെ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഒരു സ്കൂളിൻ്റെ വാർഷികാഘോഷം എന്ന് പറയുമ്പോൾ തുടക്കം മുതലുള്ള എല്ലാ പരിപാടികളെയും കഴിഞ്ഞ് പരീക്ഷയ്ക്ക് മുൻപുള്ള ഈ വർഷത്തിൻ്റെ എല്ലാ പരിപാടികളുടെയും ഒരു സമാപ്തിയായിട്ടുള്ള ഒരു ആഘോഷം തന്നെയാണ്. നമ്മുടെ വളരെ കുറച്ച് നീണ്ടുപോയെങ്കിലും ഒഴിച്ചുകൂടാനാവാത്ത ഒരു പരിപാടിയാണ് ഒരു സ്കൂളിൻ്റെ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിക്കുക എന്നുള്ളത്. വളരെ രസകരമായി, ആസ്വാദികരമായി ഇവിടെ നമ്മുടെ ഒരു സുദീർഘമായ ഒരു റിപ്പോർട്ട് നമ്മളിവിടെ കണ്ടു. വാട്ട് മോർ ടു ബി ഡൺ എന്ന് എനിക്ക് തോന്നി. എല്ലാ തരത്തിലും അക്കാദമിക രീതിയിൽ മാത്രമല്ല, കോ കരിക്കുലർ ആക്ടിവിറ്റീസിലായാലും സ്പിരിച്വൽ, മോറൽ, എല്ലാ തരത്തിലും കുട്ടികളുടെ ഒരു ഹോളിസ്റ്റിക് അഭിവൃദ്ധി സംലഭ്യമാകുന്ന രീതിയിൽ തന്നെ എല്ലാ തരത്തിലുമുള്ള ആഘോഷങ്ങളും ദിനാചരണങ്ങളും ബോധവൽക്കരണ പരിപാടികളും കലാ കായിക മത്സരങ്ങളും അതിൻ്റെയൊക്കെ വിജയങ്ങളുമൊക്കെ ലഭിച്ച ഒരു വർഷമാണ് ഈ 97ാമത് വർഷം എന്ന് എനിക്ക് തോന്നുന്നു. To mark the beginning of this auspicious occasion, we now move on to the inauguration ceremony. I would like to invite Srimati Rati Babu, our present President of Pudukkad Grama Panchayat,
to light the lamp for the inaugural address. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ സെൻറ് സേവിയേഴ്സ് സ്കൂളിൻ്റെ 97ാമത് ആനുവൽ ഡേ ആഘോഷിക്കുന്ന ഈ വേളയിൽ വളരെ സന്തോഷപൂർവ്വമാണ് കുട്ടികളും ഇവിടെയുള്ള അധ്യാപകരും എല്ലാവരും ശരിക്കും ഒരു ആഘോഷമായിട്ട് തന്നെ കൊണ്ട് കാണുന്ന ഇവിടുത്തെ അന്തരീക്ഷം കാണുമ്പോൾ കുട്ടികളുടെ മുഖത്തുള്ള സന്തോഷം, അധ്യാപകരുടെ മുഖത്തുള്ള സന്തോഷം കാണുമ്പോൾ നമുക്ക് തോന്നുന്നുണ്ട് ഇല്ലേ. അപ്പം നമ്മുടെ ഈ 97ാമത് നമ്മുടെ ആനുവൽ ഡേയുടെ അധ്യക്ഷയായ നമ്മുടെ ബഹുമാനപ്പെട്ട പ്രസന്ന മാം, അതുപോലെ ഹെഡ് മിസ്ട്രസ് വന്ദന സിസ്റ്റർ, നമ്മുടെ പുതുക്കാട് വികാരിയച്ഛൻ കോളത്തേക്കാനത്ത്, അതുപോലെ എഇഒ പ്രേംജി, പിന്നെ നമ്മുടെ വാർഡ് മെമ്പറായപ്പെട്ട ജോളി ചുക്രി, പിന്നെ കേരള റണ്ണറപ്പായ മൃദുൽ കൃഷ്ണ, പിന്നെ വേദിയിലെ റീന, നമിത, നോവ, അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞുമക്കളെ ആദ്യാക്ഷരം പഠിപ്പിച്ച് ഇത്രയും വർഷത്തെ അധ്യാപന ആ ഒരു ജീവിതം കൂടുതൽ ഭാഗം സ്കൂളിന് വേണ്ടി ചെലവഴിച്ച അവരുടെ മക്കളുടേക്കാളും കൂടുതൽ, അവരുടെ വീടിനേക്കാളും കൂടുതൽ നമ്മുടെ സ്കൂളിനെയും അവർ പഠിപ്പിച്ച കുട്ടികളെയും സ്നേഹിക്കുന്ന 3 ടീച്ചർമാരാണ് ഇന്നിവിടെ നിന്ന് വിരമിക്കുന്നത്. ബീന ടീച്ചർ, മീനി ടീച്ചർ, ഷീജ ടീച്ചർ. അപ്പം എന്തായാലും അവർക്ക് വീടും വീട്ടുകാരും തമ്മിലുള്ള ബന്ധത്തെക്കാളും കൂടുതൽ ഇവിടെയാണ്. ഞങ്ങളിപ്പോൾ ഒരു സ്നേഹവിരുന്ന് അവിടെ ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ടീച്ചർ ഇങ്ങനെ വളരെ ഗ്ലൂമി ആയിട്ടിരിക്കുകയാണ്. അപ്പം വിഷമം ഉണ്ടാവില്ല എന്ന് പറയുമ്പോൾ ടീച്ചറുടെ കണ്ണ് നിറയുന്നത് കണ്ടു.
അതായത് അത്രയും വൈകാരികമായ അടുപ്പം നമ്മുടെ കൊച്ചുകുട്ടികളോടും ഈ സ്കൂളിനോടും ആ ടീച്ചർക്ക് ഉണ്ട്, അല്ലെങ്കിൽ ആ ടീച്ചർമാർക്ക് ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ വിദ്യാലയത്തിന്റെ നേട്ടങ്ങളും വിജയക്കുതിപ്പുകളും പ്രതിഫലിക്കുന്ന മാഗസിന്റെ ആദ്യ പകർപ്പ് കൊടകര BRCയുടെ DPC ആയ ശ്രീ അനൂപ് PR വിദ്യാലയത്തിന്റെ സാരഥിയായ സിസ്റ്റർ വന്ദനയ്ക്ക് കൈമാറിക്കൊണ്ട് പ്രകാശന കർമ്മം നിർവഹിക്കുന്നു. സ്ഥാനം അലങ്കരിക്കുന്ന റവന്യൂ സിസ്റ്റർ പ്രസന്ന CMC ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീമതി രവി ബാബു, ഇവിടെ വേദിയിലുള്ള ഫാദർ പോൾ തെക്കനത്ത്, വാർഡ് മെമ്പർ ജോളി ചുക്കിരി മുതലായ വേദിയിലും സദസ്സിലുമുള്ള മുഴുവൻ ബഹുമാന്യരെ, പ്രിയപ്പെട്ട കുട്ടികളെ, അധ്യാപകരെ, രക്ഷിതാക്കളെ, ഇന്ന് രാവിലെ ഞാനിവിടെ വന്നിരുന്നു. ഇന്നത്തെ ഒരു ചടങ്ങ് ഈ സമയത്ത് എനിക്ക് ചില തിരക്കുകളെല്ലാം കേൾപ്പിച്ച പ്രകാശനം ചെയ്തതായി അറിയിക്കുന്നു. എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. എന്നെ ക്ഷണിച്ചതിന്, ഇവിടെ മികച്ച രീതിയിൽ സംഘാടനം ചെയ്തതിന്. ഈ സ്കൂളിൻ്റെ 97ാം വാർഷിക ദിനം കുട്ടികൾക്കും അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും ഏറ്റവും നല്ലതാവട്ടെ, സന്തോഷകരമാകട്ടെ എന്ന് ആശംസിക്കുന്നു. Here we have a great personality with us to bless the evening with his presence and his blessing words. I happily invite Vicar of St. Anne's Foreign Church Pudukar, Reverend Father Paul Thackeray. ഈ സായം സന്ധ്യയിൽ തന്റെ സത്യസിദ്ധമായ ശൈലിയാലും അജപാലന അനുഭവത്താലും അനുഗ്രഹപ്രദമാക്കാൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന പുതുക്കാട് ഫൊറോണ പള്ളി വികാരി ബഹുമാനപ്പെട്ട റെവറൻഡ് ഫാദർ പോൾ തെക്കാനത്തച്ഛനെ വേദിയിലേക്ക് സ്വാഗതം ക്ഷണിക്കുന്നു. 97ാമത് വാർഷിക ആഘോഷം അധ്യക്ഷപദം അലങ്കരിക്കുന്ന റവറൻഡ് സിസ്റ്റർ പ്രസന്ന CMC, ഈ വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്ത പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി രവി ബാബു, ഈ വാർഷികത്തിൽ നമ്മൾ പ്രത്യേകമായിട്ട് ഈ കലാലയത്തിൽ നിന്ന് വിരമിക്കുന്നവരെ ഓർക്കുന്ന ഒരു ദിനം കൂടിയിട്ടാണ്. വിരമിക്കുന്ന പ്രത്യേകമായിട്ട് ശ്രീമതി ബീന KJ, ശ്രീമതി മിനി ടിയോ, ശ്രീമതി ഷീജ തോമസ്, മറ്റു വേദിയിലിരിക്കുന്ന ഏറെ സ്നേഹമുള്ള വിശിഷ്ടാതിഥികളെ, ഏറെ സ്നേഹമുള്ള ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, സ്നേഹമുള്ള കുട്ടികളെ, മാതാപിതാക്കന്മാരെ, സാധാരണ ഈ സമയം എല്ലാ സ്കൂളുകളിലും അതിൻ്റെ അധ്യയന വർഷത്തിൻ്റെ അവസാനമാകുമ്പോൾ ഒരു വാർഷികം നടത്തുക പതിവാണ്. ഈ വാർഷികത്തോടനുബന്ധിച്ച് റിട്ടയർ ചെയ്യുന്ന അധ്യാപകരുണ്ടെങ്കിൽ ആ വാർഷിക ആഘോഷത്തിൻ്റെ മാറ്റ് അല്പം കൂടി കൂടും. അതാണ് ഇന്ന് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. സാധാരണ വാർഷികത്തെക്കാളും ഏറെ ആഘോഷമായിട്ട് തന്നെയാണ് ഈ വാർഷികാഘോഷത്തിന് നമ്മൾ ഒരുങ്ങിയിട്ടുള്ളത്. ശരിയായിട്ടുള്ളത് കാണാൻ, ശരിയായിട്ടുള്ളത് മനസ്സിലാക്കാൻ, ശരിയായിട്ടുള്ളത് അറിയാനുള്ള അത്തരത്തിലുള്ള ഒരു പുണ്യപ്രവൃത്തി അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു കാഴ്ചപ്പാടാണ് വിദ്യാഭ്യാസം എന്നൊക്കെ പറയുന്നത്. സ്നേഹമുള്ളവരെ, ഈ കുട്ടികള് അവരിലുള്ള ഒളിഞ്ഞും മറഞ്ഞും തെളിഞ്ഞു വിരിക്കുന്ന ഒത്തിരിയേറെ കഴിവുകളുണ്ട്. നമ്മൾ റിപ്പോർട്ട് കണ്ടപ്പോൾ അതിൽ കണ്ടു എന്തുമാത്രം പ്രോഗ്രാമുകളാണ് ഒരു വർഷം ബഹുമാനപ്പെട്ട വന്ദന സിസ്റ്ററിന്റെ നേതൃത്വത്തിൽ ഇവിടുത്തെ അധ്യാപകരുടെ പൂർണ്ണ സഹകരണത്തോടുകൂടി കുട്ടികളുടെ സമഗ്ര വളർച്ചയെ ലക്ഷ്യമാക്കിക്കൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം കുട്ടികളില് അവരിന് തനതായ
കണ്ടുവരുന്ന ചില കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുക, വളർത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ടാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, അവരുടെ മനസ്സുകളെ പ്രകാശിപ്പിക്കുന്നതാണ്. അവരാണ് ശരിയായിട്ടുള്ള അധ്യാപകന്റെ ഉള്ളിലേക്ക് പോകുന്നത്. കാണുമ്പോൾ തോന്നില്ല നമുക്ക്. 3 പേരിവിടെ ഇരിപ്പുണ്ട്. അവരൊന്ന് ശരിക്കും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവർ റിട്ടയർ ചെയ്യാറായിട്ടില്ല. പക്ഷേ സർക്കാരിൻ്റെ ചില സമയപരിധിയൊക്കെ അത് നിശ്ചയിച്ചിട്ടുണ്ട്, പ്രായപരിധികളൊക്കെ നിശ്ചയിച്ചിട്ടുണ്ട്. കണ്ടാൽ തോന്നില്ലെങ്കിലും പ്രായപരിധികൾ നിശ്ചയിച്ചിട്ടുള്ളത് കൊണ്ട് സമയമാകുമ്പോൾ അതിൽ നിന്ന് ഇറങ്ങി തിരിച്ചേ മതിയാകും. അങ്ങനെ ഒരുങ്ങിക്കൊണ്ടിരിക്കുക. ഞാൻ എന്ത് പറഞ്ഞാലും ഇപ്പോൾ ടീച്ചർമാരുടെ പറയും, നിങ്ങൾ പ്രയാസപ്പെടരുത്, നിങ്ങൾ നന്നായി വിദ്യാർത്ഥികളുടെ പഠന മികവിനെയും പരിശ്രമത്തെയും അംഗീകരിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നതിനായാണ് സ്കോളർഷിപ്പ് നൽകുന്നത്. കഴിഞ്ഞ അധ്യയന വർഷം LSS, USS ആൻഡ് സാൻസ്ക്രിറ്റ് സ്കോളർഷിപ്പിന് അർഹത നേടിയവർക്ക് മൊമെന്റോസ് നൽകുന്നതിന് ഇരിങ്ങാലക്കുട AEO സീനിയർ സൂപ്രണ്ടന്റ് ശ്രീ പ്രേംജി PG ഏറെ സ്നേഹത്തോടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അധ്യക്ഷ സിസ്റ്റർ പ്രസന്ന, ഉദ്ഘാടക പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി രതി ബാബു, മറ്റു വേദിയിലും സദസ്സുമുള്ള പ്രിയപ്പെട്ടവരെ, ഇത്തരത്തിലുള്ള വാർഷിക പരിപാടികളിൽ പൊതുവെ പങ്കെടുക്കൽ കുറവാണ്. ഒരുപാട് വിദ്യാലയങ്ങളിൽ നിന്ന് ക്ഷണം കിട്ടാറുണ്ട്. എന്നിരുന്നാലും സാധാരണ എല്ലാം ഒഴിവാക്കാണ് ചെയ്യാറുള്ളത്. പക്ഷെ ഈ പ്രാവശ്യം ചെല്ലാം എന്ന് പറഞ്ഞിരിക്കുന്നത് ഒന്ന് ഇവിടെയും മറ്റൊന്ന് ഇരിങ്ങാലക്കുടയിലുള്ള പ്രതീക്ഷാ ഭവനിലുള്ള വിദ്യാലയത്തിലുള്ള യോഗത്തിലുമാണ്. ഇത്തരത്തിലുള്ള യോഗങ്ങളിൽ പങ്കെടുക്കുമ്പോൾ ഇപ്പോൾ പല യോഗങ്ങൾ പങ്കെടുത്തിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും ഇത് ചില വിദ്യാലയങ്ങളിൽ ചില കായികമായിട്ടൊരു ഉത്സവത്തിൻ്റെ ഒരു പ്രതീതി എന്നുള്ളതാണ്. ലക്ഷങ്ങളൊക്കെ ചെലവിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നതാണ്. ചിലയിടങ്ങളിൽ ചെല്ലുമ്പോൾ വളരെ ലളിതമായിട്ട് അവരത് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ അവർക്ക് പറ്റാവുന്ന സഹായങ്ങൾ പാവപ്പെട്ട കുട്ടികൾക്കും അവരുടെ വീട്ടുകാർക്കും ചെയ്യാനുള്ള മനസ്സ് പല വിദ്യാലയങ്ങളിലും ഞാൻ കണ്ടിട്ടുണ്ട്. ഈ വിദ്യാലയവും അതിന് അതുപോലെ തന്നെ പാവപ്പെട്ട കുട്ടികളെയും അവരുടെ വീട്ടുകാരെയൊക്കെ സഹായിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നറിഞ്ഞപ്പോൾ അത് വളരെയധികം സന്തോഷം. നമ്മുടെ സർക്കാർ ഇപ്പോൾ പുതിയൊരു പദ്ധതി സ്കോളർഷിപ്പ് എക്സാം. സ്പെഷ്യൽ കൺഗ്രാറ്റുലേഷൻസ് ടു ദേവാനന്ദ, ആൻസലിൻ BS, ജോവീന ജോയ്, Godwin P. Sevi, Devinanda PS, Jovina Joy, Godwin P. Sevi, Devinanda PS, Sneha Maria KP. LSS scholarship winners in the last year: Angel Rose PJ, Angelo Lijo, Gauri, Catherine Georgian C, Anvia Sijo, Vedalakshmi K, Tejas Jindo.
last year, Anselin V.S. Anvia Sijo, Devangana C.S. Vedalakshmi K. Congratulations to all the winners. Thank you, Prentice. അധ്യാപകർക്കായി നടത്തിയ ക്വിസ് മത്സരത്തിലും വചനമെഴുത്ത് മത്സരത്തിലും നമ്മുടെ റിട്ടയറിംഗ് ടീച്ചേഴ്സ് ചെറുപ്പക്കാരായ അധ്യാപകരോടൊപ്പം മത്സരിച്ച് സമ്മാനങ്ങൾ കരസ്ഥമാക്കി എന്നത് ഏറെ അഭിമാനാർഹമാണ്. വിരമിക്കുന്ന വർഷത്തിലും നമ്മുടെ 3 അധ്യാപകരും സ്കൂൾ പ്രവർത്തനങ്ങളിൽ എന്നതുപോലെ തന്നെ മത്സരങ്ങളിലും ചുറുചുറുക്കോടെ പങ്കെടുത്തു എന്നത് നമുക്ക് ഏവർക്കും മാതൃകയാണ്. Let's invite glowing stars from the teachers. CNC Nirmala Province Evuprasya Essay Writing Competition winner Srimati Jeeva Matthews V. Winners of newspaper quiz conducted Srimati Shiza Thomas Parakel. Third, Srimati Naisi Sebastian. Winners of Vajana Medical Competition conducted for teachers. First, Srimati Mini Tio. Second, Srimati Joyce C. Palatingal. Third, Srimati Beena KJ. CFC Nirmala Province level Evuprasya speech competition participant Srimati Meenu Jose. Hearty congratulations. 97ാമത് വാർഷികം ആഘോഷിക്കുന്ന നമ്മുടെ സെൻറ്റ് സേവിയർസ് സ്കൂളിൻ്റെ യോഗത്തിൽ അധ്യക്ഷത വഹിച്ച സിസ്റ്റർക്കും ഉദ്ഘാടനം ചെയ്ത പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രതി ബാബു, ബാക്കി വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ബഹുമാന്യരെ, എല്ലാവർക്കും എൻ്റെ എല്ലാവിധ ആശംസകളും ഞാൻ നേരുന്നു. എനിക്ക് അധികം സംസാരിക്കാൻ ഇപ്പോൾ പറ്റില്ല, സൗണ്ടില്ല. പിന്നെ ഒരുപാട് നേരെ കുട്ടികളൊക്കെ ഓരോ കളികൾക്ക് വേണ്ടി അവർ മാറിക്കൊണ്ട് ഡ്രസ്സൊക്കെ മാറി ഒരുങ്ങിയിരിക്കുന്നു. ഇവിടുത്തെ പരിപാടികൾ കഴിഞ്ഞിട്ട് വേണം അവർക്ക് അതൊക്കെ തുടങ്ങാനായിട്ട്. പിന്നെ റിട്ടയർമെൻറ്റ് ചെയ്തു പോകുന്ന 3 ടീച്ചർമാരിൽ 2 ടീച്ചർമാരും എൻ്റെ മകളെ പഠിപ്പിച്ചിട്ടുള്ളതാണ്. അവർ ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ എൻ്റെ മകൾക്ക് പറഞ്ഞു കൊടുക്കും. അവരായിട്ട് കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും എനിക്ക് പറ്റിയിട്ടുണ്ട്. ഇന്ന് അവർക്ക് ഇവിടുന്ന് പിരിഞ്ഞു പോകുന്നത് നല്ല വിഷമം ഉണ്ടായിരിക്കും. എന്നാൽ അവരുടെ ഇനിയുള്ള ജീവിതം നല്ല സുഖമാവാനും നമുക്ക് തമ്പരാനോട് പ്രാർത്ഥിക്കാം. ചരിത്രത്തിൽ അഭിമാനത്തോടെ എഴുതപ്പെടുന്ന ഒരു നാമമാണ് മിസ്റ്റർ കേരള. അച്ചടക്കവും അധ്വാനവും ആത്മവിശ്വാസവും ഒരുമിക്കുന്ന വേദിയാണ് ബോഡി ബിൽഡിംഗ്. ശരീര സൗന്ദര്യത്തിന് മാത്രമല്ല, മനസ്സിൻ്റെ കരുത്തിനും അളവുകോലാകുന്ന ഈ കായിക മാധ്യമത്തിൽ ദിവസങ്ങളല്ല വർഷങ്ങളോളം നീളുന്ന കഠിന പരിശ്രമവും നിയന്ത്രണവും സമർപ്പണവും ആവശ്യമാണ്. അതെ, 2007 മുതൽ 2012 കാലഘട്ടത്തിൽ സെന്റ് സേവിയേഴ്സിന്റെ അക്ഷരമുറ്റത്ത് പഠിച്ചു വളർന്ന ഒരു കൊച്ചു മിടുക്കൻ 2021 ജൂനിയർ വിഭാഗം മിസ്റ്റർ കേരള മത്സരത്തിന് പിന്നാലെ 2026 മിസ്റ്റർ കേരള മത്സരത്തിലും റണ്ണറപ്പായി, കൂടാതെ അടുത്ത് നടക്കാനിരിക്കുന്ന മിസ്റ്റർ ഇന്ത്യ കോമ്പറ്റീഷനായി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന സെന്റ് സേവിയേഴ്സ് വിദ്യാലയത്തിന്റെ പൊന്നോമന പുത്രനായ മിഥുൽ കൃഷ്ണയെ പൊന്നാട അണിയിച്ച് ആദരിക്കുന്നതിനായി നമ്മുടെ വിദ്യാലയത്തിന്റെ ഹെഡ് മിസ്ട്രസ് സിസ്റ്റർ വന്ദനയെയും റിട്ടയറിംഗ് ടീച്ചേഴ്സായ മിനി ടീച്ചർ, ബീന ടീച്ചർ, ഷീല ടീച്ചർ എന്നിവരെയും ആദരവ് ഏറ്റുവാങ്ങുന്നതിനായി മിഥുൽ കൃഷ്ണയെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. വേദിയിലിരിക്കുന്ന വിശുദ്ധ ദിനങ്ങളെ, ഗുരുക്കന്മാരെ, എൻ്റെ പ്രിയ കൂട്ടുകാരെ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മിസ്റ്റർ കേരള മത്സരത്തിനേക്കാളും കൂടുതൽ ടെൻഷൻ ഇവിടെ നിൽക്കുമ്പോഴുണ്ട്. അതേപോലെ തന്നെ വളരെ സന്തോഷമുണ്ട്.
കാരണം എൻ്റെ ബാല്യകാലം മൊത്തം ഞാൻ ചെലവഴിച്ചത് സത്യം പറഞ്ഞാൽ ഈ സ്കൂളിലാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് കുറേ ഓർമ്മകൾ ഇവിടെയുണ്ട്. അന്നും ഇന്നും എനിക്ക് ടീച്ചർമാർ തരുന്ന സ്നേഹം ഒരേപോലെയാണ്. അതേപോലെ എനിക്ക് ഇവിടുത്തെ പിള്ളേരോട്, എൻ്റെ കുഞ്ഞു മക്കളോട് പറയാനുള്ളത്, നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോ കഴിവുകളുണ്ടായിരിക്കും. അത് ചിലപ്പോൾ പഠിക്കാനായിരിക്കും, ചിലപ്പോൾ കായികത്തിലായിരിക്കും, ചിലപ്പോൾ കലാപരമായിരിക്കും. അപ്പോൾ അത് നിങ്ങൾ മാക്സിമം യൂസ് ചെയ്ത് അതിൽ ഉയർത്തിയിലെത്താൻ നോക്കുക. ഞാൻ എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്ത കൊടുവിളി 2018-ലാണ്. 2018 ഞാനിവിടെ പുതുക്കാട് ജിമ്മിലാണ് ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ അവിടെ വെച്ചിട്ട് ഞാൻ വളരെ ലീനായിരുന്നു. അപ്പോൾ അവിടുത്തെ കോച്ച് പറഞ്ഞു, നിന്നെക്കൊണ്ട് പറ്റില്ല, ബോഡി ബിൽഡിംഗ് ഒക്കെ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും, കാരണം ഈ ഹൈറ്റും വളരെ വണ്ണം കുറഞ്ഞ കാരണം. എന്നിട്ട് ഞാൻ വേറൊരു ജിമ്മിൽ പോയിട്ടാണ് ജോയിൻ ചെയ്യുന്നത്. അവിടെ നിന്നാണ് എൻ്റെ കരിയർ ശരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ അതിനുശേഷം 3 വർഷം കഴിഞ്ഞാണ് ഞാൻ ജൂനിയറിൽ മിസ്റ്റർ കേരള അടിക്കുന്നതും പിന്നെ മിസ്റ്റർ തൃശ്ശൂർ ഗോൾഡ് മെഡൽ അടിക്കുന്നതും. പിന്നെ വളരെ ലോങ് ടൈം ശേഷമാണ് ഞാനിപ്പോൾ സീനിയർ മത്സരിക്കുന്നത്. അതിപ്പോൾ മലപ്പുറത്തായിരുന്നു കഴിഞ്ഞ 2 ദിവസം മുമ്പ്. അവിടെ എനിക്ക് 2ാം സ്ഥാനം കിട്ടി. അതേപോലെ ഈ വേദിയിലേക്ക് ഇന്നെ ക്ഷണിച്ച ലക്ഷ്മണയെയും ഗുരുക്കന്മാരെയും ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. താങ്ക് യു. വേദിയിലിരിക്കുന്ന ബഹുമാന്യരെ, സംപൂജ്യരായ സദസ്യരെ, ശീഘ്രത്തിൽ പായുന്ന കാലത്തിൻ്റെ ചുവരെഴുത്തുകളിൽ പുതുക്കാട് സെൻറ് സേവിയേഴ്സ് ഈ വർഷം ഇടം പിടിച്ചിരിക്കുന്നത് തൻ്റെ എല്ലാമായ 3 അധ്യാപികമാരെ ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് യാത്രയച്ചുകൊണ്ടാണ്. കണ്ണിനും കാതിനും മനസ്സിനും ഇമ്പമേകുന്ന ദിനം പ്രതിയുള്ള അവരുടെ പൊട്ടിച്ചിരികളും വർത്തമാനങ്ങളും ഈ വർഷത്തോടെ ഞങ്ങളിൽ നിന്ന് നാമമാത്രമായി മാറുകയാണ് എന്ന യാഥാർത്ഥ്യബോധം ഞങ്ങൾ ഉൾക്കൊള്ളേണ്ടിയിരിക്കുന്നു. 32 വർഷക്കാലം ഒരമ്മയുടെ മക്കളായി സെൻറ് സേവിയേഴ്സിൻ്റെ കളിമുറ്റത്തും ക്ലാസ് മുറികളിലും ഞങ്ങൾ ജീവിക്കുകയായിരുന്നു. കൊച്ചുകുട്ടികളെ പോലെ ഓടിക്കളിച്ചും തല്ലുകൂടിയും ആടിത്തിമർത്തും കളിമുറ്റത്തെ മൂവാണ്ടൻ മാവിൻ്റെ മാങ്ങ പറിച്ച് ഉപ്പും മുളകും കൂട്ടി കടിച്ചു തിന്നും ഞങ്ങൾ ആർത്തുല്ലസിക്കുകയായിരുന്നു. അതെ, ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ 1994 മുതൽ മിനി ടീച്ചറും 1995 മുതൽ ഷീജ ടീച്ചറും 2008 മുതൽ ബീന ടീച്ചറും സെൻറ് സേവിയേഴ്സിലെ അംഗമായി ചേക്കേറി. ഇടവേളകൾ പൊട്ടിച്ചിരികളുടെ മാലപ്പടക്കങ്ങളാക്കി മാറ്റിയ മിനി ടീച്ചറും ഏത് പ്രവർത്തന മണ്ഡലങ്ങളിലും തൻ്റെ വ്യക്തിപ്രഭാവം കൊണ്ട് ആരെയും അസൂയപ്പെടുത്തുന്ന ഷീജ ടീച്ചറും നിശബ്ദതയോടെ തൻ്റെ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കുന്ന ബീന ടീച്ചറും ഈ വിദ്യാലയത്തിൻ്റെ നിറദീപങ്ങളാണ്. എല്ലാവർക്കും നമസ്കാരം. ബഹുമാനപ്പെട്ട അധ്യക്ഷനായ സിസ്റ്റർ പ്രസന്ന, നമ്മുടെ വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്യാനെത്തിയ പഞ്ചായത്ത് പ്രസിഡന്റ് ജെഡി ബാബു, നമ്മുടെ ഇടവക വികാരിയായ ഫാദർ പോൾ തേക്കാനത്ത്, AO ട്രെയിൻ ടീച്ചർ BPC കൊടകര അനു, ലോക്കൽ മാനേജർ ജിത ജെയിംസ്, സ്നേഹബഹുമാനായ നമ്മുടെ HM സിസ്റ്റർ വന്ദന, വാർഡ് മെമ്പർ ജോളി ചുക്രി, ഈ വർഷം നമ്മുടെ സ്കൂളിൽ നിന്നും വളരെ നാളത്തെ നിസ്വാർത്ഥ സേവനത്തിന് ശേഷം വിശ്രമ കാലഘട്ടത്തിലേക്ക് കടക്കുന്ന നമ്മുടെ സ്വന്തം ടീച്ചർമാരായ ബീന ടീച്ചർ, മിനി ടീച്ചർ, ഷീജി ടീച്ചർ, ഞങ്ങളുടെ പ്രിയപ്പെട്ട PTA MPTA എക്സിക്യൂട്ടീവ് അംഗങ്ങളെ, പ്രിയപ്പെട്ട അധ്യാപകരെ, മാതാപിതാക്കളെ, ഏറ്റവും പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്ന് നമ്മൾ നമ്മുടെ സ്കൂളിൻ്റെ 97ാമത് ആനുവൽ ഡേ ആഘോഷിക്കുകയാണല്ലോ. ഈ സുദിനത്തിൽ MPTA പ്രതിനിധീകരിച്ച് നിങ്ങളോട് സംസാരിക്കാൻ കഴിഞ്ഞതിൽ വളരെയേറെ സന്തോഷമുണ്ട്. ഒരു കുഞ്ഞിൻ്റെ വളർച്ചയിൽ വിദ്യാലയത്തോളം തന്നെ പ്രാധാന്യം വീടിനുമുണ്ട് എന്ന ബോധത്തിൽ നിന്നാണ് അമ്മമാരുടെ ഈ സംഘടന ഇവിടെ സജീവമായി പ്രവർത്തിക്കുന്നത്. സ്കൂളും വീടും തമ്മിലുള്ള ഒരു പാലമായാണ് MPTA പ്രവർത്തിക്കുന്നത്. കുട്ടികളുടെ പഠനങ്ങൾ, അവരുടെ ആരോഗ്യ ശുചിത്വ ശീലങ്ങൾ
ഉച്ചഭക്ഷണ പദ്ധതിയിലുമെല്ലാം അമ്മമാരുടെ സജീവമായ ഇടപെടൽ ഈ വർഷം നമുക്ക് ഉറപ്പാക്കാൻ സാധിച്ചിട്ടുണ്ട്. അവർക്കും നന്ദി, നമസ്കാരം. കൂടാതെ ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഈ വരുന്ന ഫെബ്രുവരി 12-ന് PTA MPTA അംഗങ്ങളുടെ സഹകരണത്തോടെ ഒരു പാരന്റ്സ് ഈ വർഷം നമ്മുടെ സ്കൂളിൽ നിന്നും വിരമിക്കുന്ന ടീച്ചേഴ്സിന് ഞങ്ങളുടെ ഒരു സ്നേഹ ഉപകാരം നൽകുന്നതിനായി ഞങ്ങളുടെ എല്ലാ MPTA PTA അംഗങ്ങളെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. വേദിയിലിരിക്കുന്ന വിശിഷ്ടാതിഥികളെ, ഈ വർഷം അധ്യാപന ജീവിതത്തോട് വിട പറയുന്ന എത്രയും സ്നേഹം നിറഞ്ഞ പ്രിയ അധ്യാപകരെ, മാതാപിതാക്കളെ, എൻ്റെ കൊച്ചു കൂട്ടുകാരെ, ഇന്ന് നമ്മുടെ വിദ്യാലയം 97ാം വാർഷിക ദിനാഘോഷത്തിനാണ് സാക്ഷ്യം വഹിക്കുന്നത്. ആഘോഷങ്ങളുടെ ആരവങ്ങളുണ്ടെങ്കിലും ഞങ്ങളുടെ പ്രിയ അധ്യാപകരുടെ വിടപറയൽ ചടങ്ങിന് കൂടി ഈ ദിവസം സാക്ഷ്യം വഹിക്കുകയാണ്. സെന്റ് സേവിയേഴ്സ് വിദ്യാലയത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വിട പറയുന്ന മിനി ടീച്ചറും ഷീജ ടീച്ചറും ബീന ടീച്ചറും ഞങ്ങൾക്ക് അത്രയേറെ പ്രിയപ്പെട്ടവരാണ്. നിരവധി വർഷങ്ങൾ സെന്റ് സേവിയേഴ്സ് നാമധേയത്തിലുള്ള ഈ വിദ്യാലയത്തിൽ സേവനമനുഷ്ഠിച്ച് ഞങ്ങളെ പോലുള്ള നിരവധി കുഞ്ഞുമക്കൾക്ക് അറിവിന്റെ മാർഗദീപം തെളിച്ചവരാണ് ഞങ്ങൾ. അറിവിനേക്കാൾ ഉപരി സ്നേഹത്തിന്റെ, കരുതലിന്റെ, നന്മയുടെ പാഠങ്ങളാണ് ജീവിതങ്ങളിലൂടെ നിങ്ങൾ കുഞ്ഞുമക്കളായ ഞങ്ങൾക്ക് പകർന്നു നൽകിയത്. ഷീജ ടീച്ചറുടെ ഊർജ്ജസ്വലതയും മിനി ടീച്ചറുടെ തമാശകൾ കലർന്ന ക്ലാസുകളും ബീന ടീച്ചറുടെ കരുതലും കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം ഈ വിദ്യാലയത്തിന്റെ മുതൽക്കൂട്ടായിരുന്നു. ഞങ്ങളുടെ സന്തോഷങ്ങൾക്കായി സമയത്തിന്റെയും സമ്പത്തിന്റെയും നല്ല ഒരു ഭാഗം മാറ്റിവെച്ച നിങ്ങളെ ഞങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല. ജീവിതത്തിന്റെ നല്ലൊരു പങ്കും കുഞ്ഞുമക്കളായ ഞങ്ങളുടെ ഉയർച്ചയിലും താഴ്ചയിലും, നേട്ടങ്ങളിലും കോട്ടങ്ങളിലും, സന്തോഷങ്ങളിലും ദുഃഖങ്ങളിലും കൂടെ നിന്നവരാണ് നിങ്ങൾ. പ്രിയ അധ്യാപകരെ, ജീവിതങ്ങളിലൂടെ നിങ്ങൾ ഞങ്ങൾക്ക് പകർന്നു നൽകിയ പാഠങ്ങൾ ഞങ്ങൾക്കും വരും തലമുറയ്ക്കും പ്രചോദനമാണ്. എല്ലാവിധ ആശംസകൾ അർപ്പിച്ചുകൊണ്ടും നിർത്തുന്നു. നന്ദി, നമസ്കാരം. മനുഷ്യ നീ എവിടെ? മതങ്ങളെ നിങ്ങൾ എവിടെ? ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യനെന്നോർമ്മയില്ലേ?
ചുടന്തി തിരിയുന്നു അളവൊരു തിരിയുന്നു കാലമുറ ചുടന്തി തിരിയുന്നു അളവൊരു തിരിയുന്നു അതാ നോക്കൂ മഹാഭാരതം, ഇതാ നോക്കൂ ബൈബിൾ, അതാ നോക്കൂ ഖുർആൻ. അന്ന് നാം പഠിച്ചത് എന്തായിരുന്നു, എന്നാൽ ഇന്ന് നാം കാണുന്നതോ ഒരു പ്രഭാതം കലഹങ്ങൾ പലവിധം നീതികളില്ല, ന്യായങ്ങളില്ല, നീതികളില്ല, ന്യായങ്ങളില്ല, നീതികളില്ല, ന്യായങ്ങളില്ല. മനുഷ്യഹൃദയം ശൂന്യം, 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 ശൂന്യം. ജാതികളില്ല, മതങ്ങളില്ല, മനുഷ്യഹൃദയം
ഇല്ല, ഈ നില തുടരാൻ അനുവദിക്കരുത്. അണിയണിയായി ഉയരുന്ന ശാന്തി 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 ഓം ശാന്തി ഓം ശാന്തി ഓം ശാന്തി. അധ്യക്ഷ പദവി അലങ്കരിച്ച തൃശ്ശൂർ നിർമ്മല പ്രൊവിൻസിൻ്റെ ബഹുമാനപ്പെട്ട എഡ്യൂക്കേഷൻ കൗൺസിലറായ റവർ സിസ്റ്റർ പ്രസന്ന, പുതുക്കാട് ഇടവകയുടെ അധിപാലന കർമ്മം നിർവഹിക്കുന്നപ്പോൾ തയ്ക്കാൻ പറ്റ പുതുക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി രതി ബാബു, ശ്രീമതി ജോളി ചിക്കിരി, ഈ വിദ്യാലയത്തിൻ്റെ സാരഥിയായ സിസ്റ്റർ വന്ദന, ഈ കോൺവെന്റിന്റെ സുപ്പീരിയറായ സിസ്റ്റർ ഗീതാ ജെയിംസ്, അധ്യാപക സുഹൃത്തുക്കളെ, സദസ്സിലിരിക്കുന്ന ബന്ധുമിത്രാദികളെ, നാട്ടുകാരെ, പ്രിയം നിറഞ്ഞ കുട്ടികളെ, സന്തോഷം നിറഞ്ഞു നിൽക്കുന്ന ഈ സുന്ദര സുദിനത്തിൽ ഇവിടെ നിന്ന് 2 വാക്ക് പറയുവാൻ അവസരം ലഭിച്ചതിന് ആദ്യമായി തന്നെ കാരുണ്യവാനായ ദൈവത്തിന് എൻ്റെ കൃതജ്ഞത അർപ്പിക്കുന്നു. അടുത്തത് എനിക്ക് നന്ദി പറയാനുള്ളത് എന്നെ ഈ അധ്യാപക വൃത്തിയിലേക്ക് വിളിച്ച ഇരിങ്ങാലക്കുടയിലെയും തൃശ്ശൂരിലെയും CMC മാനേജ്മെൻറ്റിനോടാണ്. 2 കുട്ടികളെയും നന്ദിയോടെ സ്മരിക്കുന്നു. ചേരൂർ സെന്റ് മേരീസ് LP സ്കൂൾ 1991 ഞാൻ ആദ്യം ജോലിയിൽ പ്രവേശിച്ചത്. 1994 അവിടെ തന്നെ പെർമനൻ്റായി. അങ്ങനെ 12 വർഷക്കാലം അവിടെ തന്നെ ജോലി ചെയ്തു. പിന്നീട് 2007 ഇരിങ്ങാലക്കുട ലിറ്റിൽ ഫ്ലവർ സ്കൂളിലേക്ക് വന്നു. അവിടെ നിന്ന് 2008 ഓഗസ്റ്റിലാണ് പുതുക്കാട് സെൻറ്റ് സേവിയേഴ്സ് സ്കൂളിലേക്ക് വന്നത്. അന്നത്തെ ഹെഡ് മിസ്ട്രസ് സിസ്റ്റർ സാന്നിധ്യമായിരുന്നു. അന്നത്തെ പ്രൊവിൻഷ്യൽ റവർ സിസ്റ്റർ ലൈലസിനെയും ഈ അവസരത്തിൽ ഓർത്ത് 1000 നന്ദി രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം അവരുടെ ജീവിതത്തിൽ ആരോഗ്യവും ആയുസ്സും പ്രദാനം ചെയ്യട്ടെ എന്ന് അപേക്ഷിക്കുന്നു. പിന്നീട് പ്രൊവിൻഷ്യലായി വന്ന എല്ലാവരെയും ഓർക്കുന്നു. ഇവിടെ വന്നിട്ട് 18 വർഷം തികയുകയാണ്. ഈ അധ്യാപക കാലഘട്ടങ്ങളിൽ സേവനമനുഷ്ഠിച്ച ഹെഡ് മിസ്ട്രസ്മാരായ സിസ്റ്റർ സാന്നിധ്യ, സിസ്റ്റർ ഡേസലറ്റ്, സിസ്റ്റർ സംഗീത, സിസ്റ്റർ ക്രിസ്റ്റി ജോസ്, സിസ്റ്റർ വന്ദന എന്നിവരോടും ഇവിടെ നിന്ന് റിട്ടയർ ചെയ്തു പോയ ടീച്ചർമാരോടും എൻ്റെ പ്രത്യേക നന്ദി രേഖപ്പെടുത്തുന്നു. കുട്ടികളുടെ കലാപരവും സാഹിത്യപരവും ബുദ്ധിപരവുമായ കഴിവുകൾ വളർത്തിയെടുക്കുവാൻ എന്നെക്കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഞാൻ സഹായിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമായി താങ്ങും തണലിൽ നിന്ന HM സ്റ്റാഫിനോടാണ് എൻ്റെ അതിരട്ട നന്ദിയും സ്നേഹവും കടപ്പെട്ടിരിക്കുന്നത്. പിന്നെ എൻ്റെ ജോലിയിൽ എന്നെ സഹായിച്ച ഹെൽപ്പർമാരായ റിയ ടീച്ചർ, നവ്യ ടീച്ചർ, ജാസ്മി ടീച്ചർ, മിനി ടീച്ചർ എന്നിവരെയും പ്രത്യേകം ഓർക്കുന്നു. ഇന്ന് ഈ ദിവസം ഓടി പിടിപ്പിക്കുവാൻ ഇവിടെയൊന്ന് സഹായിച്ച HM സ്റ്റാഫ്, പ്രിയം നിറഞ്ഞ കുട്ടികൾ, രക്ഷിതാക്കൾ എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്നു. ഇനിയും കായികപരമായും കലാപരമായും സാഹിത്യപരമായും ബുദ്ധിപരവുമായി മികവുറ്റ പ്രവർത്തനങ്ങൾ വഴി ഈ വിദ്യാലയം ഉയരങ്ങളിലേക്ക് പറക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അതോടൊപ്പം ധാരാളം കുട്ടികൾ ഈ കലാലയത്തിൽ വന്ന് പഠിക്കുന്നതിനും ഇടവരട്ടെ. ഒരിക്കൽ കൂടി ഈ പരിപാടി ആകർഷകമാക്കുവാൻ സഹായിച്ച എല്ലാവരോടും, ഈ പരിപാടികൾ കണ്ട് പ്രോത്സാഹിപ്പിച്ച എല്ലാവരോടും, പ്രത്യേകിച്ച് കുടുംബാംഗങ്ങളോടും എനിക്കുള്ള നന്ദി പറഞ്ഞുകൊണ്ട് ഈ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുന്നു. വേദിയിൽ എത്തിച്ചേർന്ന് ഇരുന്ന വിശിഷ്ടാതിഥികളെ, സംപൂജ്യരായ സദസ്യരെ, ദീർഘനാളത്തെ കർമ്മനിരതമായ ഹൃദയസ്പർശിയായ അനുഭവ സമ്പുഷ്ടമായ ജീവിതപാതയിലൂടെ നടന്നു നീങ്ങി ദൈവനിശ്ചയപ്രകാരം ഓടിത്തീർന്ന ഈ കർമ്മഭൂമി നവാഗതർക്ക് വിട്ടുകൊടുത്തുകൊണ്ട്
കടന്നു പോകുമ്പോൾ സ്നേഹനിധിയായ ദൈവത്തിന് സ്തുതിയും നന്ദിയും അർപ്പിക്കുന്നു. എന്നെ കൈപിടിച്ച് നടത്താൻ ദൈവത്തിന് കൂടെ മാധ്യസ്ഥം വഹിച്ച വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിനെയും നന്ദിയോടെ സ്മരിക്കുന്നു. എൻ്റെ സ്വപ്നങ്ങൾക്കൊപ്പം നിന്ന് എന്നെ വളർത്തി വലുതാക്കിയ എൻ്റെ പ്രിയ മാതാപിതാക്കൾ സ്വർഗത്തിലിരുന്ന് ഇന്നേ ദിവസം സുന്ദരമാകാൻ പ്രാർത്ഥിക്കുന്നുണ്ടാകും. എൻ്റെ ശാഠ്യങ്ങളിൽ കളിച്ചിരികളിൽ എന്നോടൊപ്പമായിരുന്ന എൻ്റെ സഹോദരർ അധ്യാപക വൃത്തിയിലേക്ക് എന്നെ കൈപിടിച്ച് നടത്തിയ സിസ്റ്റർ ജസ്റ്റ, സിസ്റ്റർ മാഗി എല്ലാവരെയും നന്ദിയോടെ ഓർക്കുന്നു. 1991 സെൻറ്റ് സേവിയേഴ്സ് കോൺവെന്റ് UP സ്കൂളിൻ്റെ തിരുമുറ്റത്തെത്തുവാൻ അവസരം ഒരുക്കി തന്ന CMC മാനേജ്മെൻറ്റിനോടും അധികാരികളോടും ഹൃദയം നിറഞ്ഞ നന്ദി അർപ്പിക്കുന്നു. എൻ്റെ വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കും സഹായിച്ച ഹെഡ് മിസ്ട്രസ്സുമാരായ സിസ്റ്റർ ടിസില, സിസ്റ്റർ മേരിയാച്ച, സിസ്റ്റർ സാന്നിധ്യ, സിസ്റ്റർ ഡേസ്ലെറ്റ്, സിസ്റ്റർ സംഗീത, സിസ്റ്റർ ക്രിസ്റ്റിൻ ജോസ്, നല്ല മാതൃകൾ നൽകിക്കൊണ്ട് ഈ വിദ്യാലയത്തിൽ നിന്ന് വിട പറഞ്ഞ അധ്യാപകർ, അനധ്യാപകർ, എനിക്ക് തുണയായി CMC കോൺഗ്രസിൽ ആയിരിക്കുന്ന സിസ്റ്റർ അനിറ്റ, സിസ്റ്റർ ടെസ്മി, മറ്റു കുടുംബാംഗങ്ങൾ എല്ലാവർക്കും ഹൃദയംഗമമായ നന്ദി അർപ്പിക്കുന്നു. എൻ്റെ ഏതവസ്ഥയും ഉൾക്കൊണ്ട് വിജയപരാജയങ്ങളിൽ തളരാതെ മുന്നോട്ട് പോകുവാൻ കൃത്യനിഷ്ഠതയോടും ആത്മാർത്ഥതയോടും കൂടി ജോലി ചെയ്യുവാൻ എന്നോടായിരിക്കും ഒപ്പമായിരുന്ന ജോർജേട്ടൻ, എല്ലാത്തിനും സഹായകമായി നിന്ന ജോവിൻ, ജോഫീന, നിശാന്ത്, കളിച്ചിരികളിലൂടെ എന്നെ സന്തോഷിപ്പിക്കുന്ന മീഡിയ എല്ലാവർക്കും നന്ദിയാർന്ന ഹൃദയം സമർപ്പിക്കുന്നു. ഈ അവസരത്തിൽ പ്രൊവിൻഷ്യൽ സുപ്പീരിയർ സിസ്റ്റർ സാലി പോൾ, അസിസ്റ്റന്റ് വികാർ പ്രൊവിൻഷ്യൽ സിസ്റ്റർ ഷീല, കോർപ്പറേറ്റ് മാനേജർ സിസ്റ്റർ സ്റ്റെല്ല റോസ്, എഡ്യൂക്കേഷൻ കൗൺസിലർ സിസ്റ്റർ പ്രസന്ന, മറ്റ് അധികാരികൾ എല്ലാവർക്കും ഹൃദയംഗമായി നന്ദി അർപ്പിക്കുന്നു. ഇന്നേ ദിവസം ഏറ്റവും മനോഹരമാക്കാൻ മുൻകൈയെടുത്ത ഹെഡ് മിസ്ട്രസ് സിസ്റ്റർ വന്ദന, ലോക്കൽ മാനേജരും മദർ സൂപ്പറുമായ സിസ്റ്റർ ഗീത ജെയിംസ്, നഴ്സറി പ്രിൻസിപ്പൽ സിസ്റ്റർ മേരി ക്ലെയർ, എൻ്റെ സഹപ്രവർത്തകരെ, സിസ്റ്റേഴ്സ്, നമ്മുടെ മഠത്തിലെ സിസ്റ്റേഴ്സ്, നഴ്സറി അധ്യാപകർ, അനധ്യാപകർ, വിദ്യാർത്ഥികളുടെ പുരോഗതിക്ക് വേണ്ടി വിദ്യാലയവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന PTA, MPTA, SSG, OSA എല്ലാവർക്കും ഈ അവസരത്തിൽ നന്ദി അർപ്പിക്കുന്നു. സ്നേഹ കൂട്ടായ്മയുടെയും ഒത്തൊരുമയുടെയും കളിത്തൊട്ടിലിൽ നിന്ന് ഗതിമാറി ശാന്തസുന്ദരമായ മറ്റൊരു കളിമുറ്റത്തേക്ക് 2026 മാർച്ച് 31 ഇറങ്ങുമ്പോൾ മനസ്സിലൊരു നൊമ്പരം കൂട്ടുകൂടുന്നു. വിടവാകുന്ന ഈ മുഹൂർത്തത്തിൽ കൊച്ചുകുട്ടികളുടെ ശാഠ്യങ്ങളിൽ, സന്തോഷങ്ങളിൽ, കുസൃതികളിൽ, നൊമ്പരങ്ങളിൽ, പഠന പ്രക്രിയകളിൽ നാൾക്കുനാൾ വളരാൻ ഈ വിദ്യാലയത്തിന് സാധിക്കട്ടെ. ഈ വിദ്യാലയത്തെ ഉന്നതിയിലെത്തിക്കുവാൻ ഹെഡ് മിസ്ട്രസ്സുമാർക്കും അധ്യാപകർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എൻ്റെ അനർഘനിധികളായ കുട്ടികളെ, അരുതായ്മകളുടെയും അധാർമികതകളുടെയും അതിവിചിത്രമായ ചേരുകൾ ചേർന്നഴിഞ്ഞ ഈ സമൂഹത്തിൽ സ്നേഹത്തിൻ്റെയും വിശുദ്ധിയുടെയും ഒളിമങ്ങാത്ത ദീപങ്ങളായി നിങ്ങൾ പ്രശോഭിക്കണം. എൻ്റെ പൂർവ്വകാല വിദ്യാർത്ഥികളെ, നിങ്ങൾ എനിക്ക് തന്ന സ്നേഹത്തിന് ഹൃദയംഗമമായ നന്ദി അർപ്പിക്കുന്നു. ഇന്നത്തെ പരിപാടി വിജയപ്രദമാക്കാൻ ഈ വിദ്യാലയത്തിൽ എത്തിച്ചേർന്നിരിക്കുന്ന വിശിഷ്ടാതിഥികൾ, ബന്ധുമിത്രാദികൾ, സഹപ്രവർത്തകർ, നല്ലവരായ നാട്ടുകാർ, രക്ഷാകർത്താക്കൾ, അഭ്യുദയകാംക്ഷികൾ, എൻ്റെ കുഞ്ഞുമക്കൾ എല്ലാവർക്കും ഒത്തിരി ഒത്തിരി നന്ദി. എൻ്റെ കൂടെ പടിയിറങ്ങുന്ന പ്രിയങ്കരായ വീണ ടീച്ചർക്കും ഷീജ ടീച്ചർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും എല്ലാ സഹകരണത്തിനും നന്ദിയും മുന്നോട്ടുള്ള ജീവിതത്തിൽ ആശംസകളും നേരുന്നു. ആത്മാവിൽ സ്നേഹത്തിൻ്റെ തെളിഞ്ഞ നീരായി തിരിയായി തിളച്ചു മറിയുന്ന ലോകത്തിലേക്ക് ഇറങ്ങുന്ന ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ഈ വേളയിൽ വിശുദ്ധ എഫ്രാസ്യമ്മയുടെയും
വിശുദ്ധ ചാവറ പിതാവിൻ്റെ മാധ്യസ്ഥം നേടുന്നതോടൊപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി വിധ ആശംസകളും നന്ദിയും നേരുന്നു. എല്ലാവരോടും ഒന്നേ പറയാനുള്ളൂ, എല്ലാവരോടും സ്നേഹം 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 മാത്രം. സദസ്സിലുമുള്ള വിശിഷ്ടരെ, എൻ്റെ സ്നേഹം നിറഞ്ഞ കുഞ്ഞുമക്കളെ, 1 കോരിന്തോസ് 15:10 ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ് എന്ന ബൈബിൾ വാക്യം ഉദ്ധരിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. 25 വർഷക്കാലം ഒരു അധ്യാപികയായി സേവനം ചെയ്യാൻ എന്നെ ശക്തിപ്പെടുത്തിയ, സഹായിച്ച, താങ്ങി നിർത്തിയ സർവശക്തനായ ദൈവത്തിനു മുമ്പിൽ നന്ദിയോടെ നിറമനസ്സോടെ ഞാൻ ശിരസ് നമിക്കട്ടെ. നാളിതുവരെ നടന്നു നീങ്ങിയ ഈ സെൻറ് സേവിയേഴ്സ് വിദ്യാലയ ആരാമത്തിൻ്റെ പടിയിറങ്ങുമ്പോൾ എന്നെ സ്നേഹിച്ച, എൻ്റെ കഴിവുകൾ പ്രോത്സാഹിപ്പിച്ച, സന്തോഷങ്ങളിൽ പങ്കുചേർന്ന, സങ്കടങ്ങളിൽ ആശ്വസിപ്പിച്ച ഓരോരുത്തരെയും നന്ദിയോടെ ഓർക്കുന്നു. വളരെയേറെ സന്തോഷത്തോടെയും അതിലേറെ അഭിമാനത്തോടെയും കൂടിയാണ് ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത്. 25 വർഷക്കാലം അനേകം വിദ്യാർത്ഥികൾക്ക് അക്ഷര വെളിച്ചം പകർന്നു കൊടുക്കുവാനും മൂല്യാധിഷ്ഠിതമായ ജീവിതം നയിക്കുവാൻ അവരെ പ്രാപ്തരാക്കാനും കഴിഞ്ഞതിൽ ഞാൻ അതിരറ്റ് സന്തോഷിക്കുന്നു. വിദ്യാർത്ഥികളായിരുന്നു എൻ്റെ അധ്യാപനത്തിൻ്റെ ഊർജം. ബാല്യം മുതൽ എന്നെ വളർത്തി, പരിപാലിച്ച്, എന്നെ പഠിപ്പിച്ച് ഒരു അധ്യാപികയാക്കാൻ പ്രാപ്തയാക്കിയ മൺമറഞ്ഞ എൻ്റെ മാതാപിതാക്കളെ ഏറെ നന്ദിയോടെ ഓർക്കുന്നു. ഞാനൊരു അധ്യാപികയാകണമെന്ന് എന്നേക്കാൾ അധികമായി ആഗ്രഹിക്കുകയും അമ്മയ്ക്ക് സാധിക്കാതെ പോയ സ്വപ്നം മകളിലൂടെ ഫലമണിയുന്നത് കാണുവാൻ വളരെയേറെ ആഗ്രഹിക്കുകയും ചെയ്ത എൻ്റെ അമ്മയുടെ സ്മരണയ്ക്ക് മുമ്പിൽ ഞാൻ കൂപ്പുകയർപ്പിക്കട്ടെ. കൂടാതെ എൻ്റെ സഹോദരങ്ങൾ, കുടുംബാംഗങ്ങൾ, ബന്ധുമിത്രാദികൾ, എനിക്ക് വിദ്യ പകർന്നു തന്ന എൻ്റെ ഗുരുഭൂതർ, ഞാൻ സേവനമനുഷ്ഠിച്ച CMC സ്കൂളിലെ മേലധികാരികൾ, സഹപ്രവർത്തകർ, വിദ്യാർത്ഥികൾ, PTA, MPTA, OSA, OTA, SSG അംഗങ്ങൾ, എനിക്ക് താങ്ങും തണലുമായി നിന്ന എല്ലാവരെയും നന്ദിയോടെ ഓർക്കുന്നു. 25 വർഷത്തെ അധ്യാപക വൃത്തിക്ക് ഇവിടെ തിരശ്ശീല വീഴുമ്പോൾ എനിക്ക് 1990 നവംബർ 1 ആദ്യമായി നിയമനം തന്ന ഇരിഞ്ഞാലക്കുട ഉദയ പ്രൊവിൻസിലെ പ്രൊവിൻഷ്യൽ സുപ്പീരിയർ റവറൻഡ് സിസ്റ്റർ ഓസ്മാൻ, കോർപ്പറേറ്റ് മാനേജർ, കൗൺസിലേഴ്സ് എന്നിവരെ നന്ദിയോടെ ഓർക്കുന്നു. ആദ്യമായി നിയമനം ലഭിച്ച സെൻറ് ജോസഫ്സ് എലിഞ്ഞിപ്പുറ സ്കൂളിലെ ഹെഡ് മിസ്റ്റർ സിസ്റ്റർ ഗൊരേറ്റിയെയും ഈ അവസരത്തിൽ നന്ദിയോടെ സ്മരിക്കുന്നു. 1995 നവംബർ 14 ഇരിഞ്ഞാലക്കുട ഉദയ പ്രൊവിൻസിന് കീഴിലുള്ള മാള സൊക്കോർസ സ്കൂളിൽ നിന്നും മ്യൂച്വൽ ട്രാൻസ്ഫറായി നിർമ്മല പ്രൊവിൻസിന് കീഴിലുള്ള പുതുക്കാട് സെൻറ് സേവിയേഴ്സ് സ്കൂളിൽ ജോയിൻ ചെയ്ത് ഞാനും നിർമ്മല പ്രൊവിൻസിൻ്റെ അംഗമായി. അതിനായി എന്നെ സഹായിച്ച നിർമ്മല പ്രൊവിൻഷ്യൽ സുപ്പീരിയർ റവറൻഡ് സിസ്റ്റർ മരിയ ടെർസിൻ, കോർപ്പറേറ്റ് മാനേജർ റവറൻഡ് സിസ്റ്റർ സീല, മറ്റ് കൗൺസിലേഴ്സ്, ഇവരുടെ എല്ലാം സ്നേഹവും പ്രോത്സാഹനവും മാർഗനിർദ്ദേശവും ഏറ്റുവാങ്ങാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചു. എൻ്റെ അധ്യാപക കാലയളവിൽ നിർമ്മല പ്രൊവിൻസിൻ്റെ നേതൃസ്ഥാനത്തിരുന്ന എല്ലാ പ്രൊവിൻഷ്യൽ സുപ്പീരിയേഴ്സിനെയും കോർപ്പറേറ്റ് മാനേജർമാരെയും കൗൺസിലേഴ്സിനെയും ഏറെ നന്ദിയോടെ ഓർക്കുന്നു. ഇപ്പോഴത്തെ പ്രൊവിൻഷ്യൽ സുപ്പീരിയർ റവറൻഡ് സിസ്റ്റർ സാലി പോൾ, വിഗർ പ്രൊവിൻഷ്യൽ റവറൻഡ് സിസ്റ്റർ ഷീല, കോർപ്പറേറ്റ് മാനേജർ റവറൻഡ് സിസ്റ്റർ സ്റ്റെല്ല റോസ്, എഡ്യൂക്കേഷൻ കൗൺസിലർ റവറൻഡ് സിസ്റ്റർ പ്രസന്ന, മറ്റ് കൗൺസിലേഴ്സിനും ഹൃദയം നിറഞ്ഞ നന്ദി. ഈ സെൻറ് സേവിയേഴ്സ് വിദ്യാലയത്തിൽ ഏകദേശം 20 വർഷത്തോളം ജോലി ചെയ്യാൻ സാധിച്ചതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഇവിടെ എൻ്റെ ഹെഡ് മിസ്റ്റർമാരായ സിസ്റ്റർ ടിസില്ല, സിസ്റ്റർ ആശ, സിസ്റ്റർ സാന്നിധ്യ, സിസ്റ്റർ സംഗീത, സിസ്റ്റർ ഡേസ്ലെറ്റ്, സിസ്റ്റർ ക്രിസ്ത്യൻ ജോസ്, ഇപ്പോഴത്തെ ഹെഡ് മിസ്റ്റർ സിസ്റ്റർ വന്ദന, എല്ലാവർക്കും നന്ദിയുടെ നറുമലരുകൾ. എന്നോടൊത്ത് പ്രവർത്തിക്കുന്ന എല്ലാ സഹപ്രവർത്തകർക്കും ഒറ്റവാക്കിൽ നന്ദി. ഈ കാലയളവിലെ PTA, MPTA പ്രസിഡന്റുമാർ, എക്സിക്യൂട്ടീവ് അംഗങ്ങൾ, കുഞ്ഞുമക്കളെ എന്നെ ഏൽപ്പിച്ച മാതാപിതാക്കൾ, എല്ലാവർക്കും നന്ദി. AE ഓഫീസ്, ട്രഷറി, BRC, പഞ്ചായത്ത് എന്നീ സ്ഥാപനങ്ങളിലെ സ്റ്റാഫ് അംഗങ്ങൾക്കും വാർഡ് കൗൺസിലേഴ്സിനും നന്ദി.
സെന്റ് സേവിയേഴ്സ് യു പി സ്കൂൾ എന്ന ഞങ്ങളുടെ കുടുംബത്തിന്റെ കുടുംബനാഥയായ സിസ്റ്റർ വന്ദന, എൻ്റെ സ്വന്തം സഹോദരങ്ങളായ സഹപ്രവർത്തകർ, ഞങ്ങളോടൊപ്പം പ്രവർത്തിക്കുന്ന സിസ്റ്റേഴ്സ്, ടീച്ചേഴ്സ്, നോൺ ടീച്ചിങ് സ്റ്റാഫ്, എല്ലാവരോടും നന്ദി പറയാൻ എനിക്ക് വാക്കുകളില്ല. ഞങ്ങളുടെ കുടുംബത്തിൻ്റെ തന്നെ ഭാഗമായ സെന്റ് സേവിയേഴ്സ് നഴ്സറി സ്കൂളിലെ ഹെഡ് മിസ്റ്റർ സിസ്റ്റർ മേരി ക്ലെയറിനും മറ്റ് സ്റ്റാഫ് അംഗങ്ങൾക്കും ഏറെ നന്ദി. ഇന്നത്തെ യാത്രയപ്പ് സമ്മേളനം ഏറെ ഭംഗിയാക്കാൻ പ്രാർത്ഥനയോടെ പരിശ്രമിച്ച സെന്റ് ജോൺ ഓഫ് ദ ക്രോസ് കോൺവെന്റിലെ മദർ സുപ്പീരിയർ സിസ്റ്റർ ഗീത ജെയിംസിനും മറ്റ് സിസ്റ്റേഴ്സിനും ഹൃദയം നിറഞ്ഞ നന്ദി. എൻ്റെ ജോലി തടസ്സം കൂടാതെ ചെയ്യാൻ ആവശ്യമായ സാഹചര്യമൊരുക്കിയും തിരുത്തലുകളും മാർഗനിർദ്ദേശങ്ങളും നൽകിയും ഒരുമയോടും സ്നേഹത്തോടും വളർത്തിയ മാതാപിതാക്കൾക്കും സഹോദരി സഹോദരങ്ങൾക്കും കുടുംബാംഗങ്ങൾക്കും, പ്രത്യേകിച്ച് എൻ്റെ ജോയേട്ടനും ജുനുമോൾക്കും, ജോയൽ മോനും, ഏബൽ മോനും, ലൂക്ക മോനും ഒത്തിരി നന്ദി. ഈ ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ എൻ്റെ എല്ലാ കുടുംബാംഗങ്ങൾക്കും ഏറെ നന്ദി. എന്നെ സ്വന്തമായി കണ്ട് എന്നെ ആത്മാർത്ഥമായി സ്നേഹിച്ച എൻ്റെ എല്ലാ വിദ്യാർത്ഥികൾക്കും ഒത്തിരി ഒത്തിരി നന്ദി. സ്ഥിരോത്സാഹവും സ്നേഹവും ക്ഷമയും കൈമുതലാക്കി കൂടുതൽ ഉയരങ്ങളിലെത്താൻ സർവേശ്വരൻ നിങ്ങളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഈ വിദ്യാലയം ഇനിയും ഉയരങ്ങളിൽ നിന്ന് ഉയരങ്ങളിലേക്ക് ഉയരട്ടെ. എന്നോടൊപ്പം വിരമിക്കുന്ന മിനി ടീച്ചർക്കും ബീന ടീച്ചർക്കും വിശ്രമ ജീവിതം ആശംസിക്കുന്നു. ഇനിയുള്ള എൻ്റെ ജീവിതത്തിൽ എല്ലാവരുടെയും പ്രാർത്ഥന യാചിച്ചുകൊണ്ടും എല്ലാവർക്കും എല്ലാറ്റിനും നന്ദി പറഞ്ഞുകൊണ്ടും ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.